ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാറ്റിലും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. സ്നാപക യോഹന്നാന്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് സുവിശേഷം. സ്നാപക യോഹന്നാന്റെ വാക്കുകൾ സുവിശേഷത്തിലുള്ളത് തുടരുകയാണോ അതോ മുൻ വാക്കുകൾ നിർദ്ദേശിച്ച വിഷയങ്ങളിൽ അഭിപ്രായമിടുന്ന ഒരു ഭാഗം ആരംഭിക്കുകയാണോ എന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ട് ഈ വചനഭാഗത്തെക്കുറിച്ച്. ഒന്ന്, സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാറ്റിനും മുകളിലാണ്. യേശു എല്ലാവരിൽ നിന്നും മനുഷ്യനെന്ന രീതിയിൽ വ്യത്യസ്തനല്ല. എങ്കിലും പാപം എന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ അവൻ വ്യത്യസ്തനാണ്, പാപം ഇല്ലാത്തവൻ ആയതുകൊണ്ട് തന്നെ. യേശു എല്ലാവരേക്കാളും വലിയവനാണ്. കാരണം യേശു ഉന്നതത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും കടന്നു വന്നവനാണ്. അവനിൽ ദൈവത്തിൻ്റെ സത്യം സമ്പൂരിതമായി ഉണ്ട് എന്നതുകൊണ്ടും. നമ്മൾക്ക് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെങ്കിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് അത് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒരു പട്ടണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെങ്കിൽ ആ പട്ടണത്തിൽ നിന്ന് വരുന്ന ഒരാളിൽ നിന്ന് മാത്രമേ ആ വിവരം ലഭിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെങ്കിൽ അത് ദൈവപുത്രനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് സ്വർഗത്തെക്കുറിച്ചും സ്വർഗജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നവനിൽ നിന്ന് മാത്രമേ നമുക്ക് അത് ലഭ്യമാവുകയുള്ളൂ. അവൻ കണ്ടതും കേട്ടതും സ്വർഗത്തിൻ്റെ സത്യമായിരുന്നു. സ്വർഗത്തിൻ്റെ കാഴ്ചയും കേൾവിയുമാണ് കർത്താവായ യേശുനാഥൻ നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ വചനം പറയും, ആരും അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. തൻ്റെ ശുശ്രൂഷയിൽ യേശുവിന് നേരിടേണ്ടി വന്ന തിരസ്കരണം യോഹന്നാൻ മുൻകൂട്ടി തന്നെ പ്രവചിച്ചിരുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ താരതമ്യേന ആർക്കും അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുവാൻ സാധിച്ചില്ല. കാരണം അത് ദൈവത്തിൻ്റെ സത്യമാണ് എന്നതുകൊണ്ട് തന്നെ. രണ്ടാമതായി, വിശ്വസിക്കാത്തവൻ. ഈ ദൈവത്തിൻ്റെ സാക്ഷ്യം വിശ്വസിക്കാത്തവൻ ഒരു ചെറിയ പ്രവൃത്തിയാണോ ചെയ്യുന്നത്? അത് ദൈവത്തിനെതിരായ ഒരു മുള്ളുവേലിയാണ്. ദൈവം എന്നിലേക്കും എന്നിലൂടെ മറ്റുള്ളവരിലേക്കും കടക്കുവാൻ സാധിക്കാത്ത രീതിയിൽ എന്നിൽ തിന്മ വരുത്തുന്ന അഥവാ പിശാച് ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രവൃത്തി അവിശ്വസിക്കൽ. കാരണം പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവൻ കാണുകയില്ല, എന്നാൽ ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വസിക്കുന്നു. യേശു സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനായതിനാൽ അവനെ തിരസ്കരിച്ചവന് വലിയ വില നൽകേണ്ടി വരുമെന്ന് സ്നാപക യോഹന്നാൻ വിശദീകരിക്കുന്നു. നിങ്ങൾ പുത്രനെ നിരസിച്ചാൽ നിങ്ങൾ ദൈവകോപം അനുഭവിക്കും. എന്താണ് ദൈവത്തിൻ്റെ ക്രോധം? ഈ വാക്കിൻ്റെ അർത്ഥം പെട്ടെന്നുള്ള വികാരത്തെയോ കോപത്തിൻ്റെ പൊട്ടിത്തെറിയോ അല്ല, മറിച്ച് അത് പാപത്തിനെതിരായ ദൈവത്തിൻ്റെ അതൃപ്തിയാണ്. ഇത് ധാർമ്മിക തിന്മകളോടുള്ള ദൈവിക അലർജിയാണ്, അനീതിയോടുള്ള നീതിയുടെ പ്രതികരണമാണ്. ഈ ക്രോധം ഉണ്ടാകുവാനുള്ള കാരണം പുത്രനെ നിരസിക്കുന്നതാണ്. മൂന്നാം തലം അതുതന്നെയാണ്. യേശുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ സാക്ഷ്യം നിരസിച്ചതിൻ്റെ വില. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കുന്നു. കാരണം ദൈവം ആത്മാവിനെ ആളനുസരിച്ചല്ല നൽകുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന്
നിത്യജീവൻ ഉണ്ട്. പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല, എന്നാൽ ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു എന്ന്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. മുൻപുള്ള പ്രവാചകരിൽ നിന്നും വ്യത്യസ്തമായി അളവില്ലാത്ത പരിശുദ്ധാത്മാവ് ഉള്ളതിനാൽ യേശു അമൂല്യമായ അവിശ്വസനീയമായ വെളിപാട് ആണ്. യോഹന്നാൻ യേശുവിനെക്കുറിച്ചും പുതിയ ഉടമ്പടിയെക്കുറിച്ചും പ്രവചനീകമായി സംസാരിച്ചു. പുതിയ ഉടമ്പടിയിലൂടെ മിശിഹായോട് ചേർന്നവർക്ക് ആവശ്യത്തിന് ആത്മാവ് ഉണ്ട്. അളവില്ലാതെ അവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ നൽകപ്പെടുന്നു എന്ന്. ആൽഫോർഡ് എന്ന ചിന്തകൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് പ്രവാചകന്മാർക്ക് അളന്നുകുറിച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂവെന്ന് റബീനിക് പുസ്തകങ്ങൾ പറയുന്നു. അവൻ്റെ മേൽ ആത്മാവിൻ്റെ ഈ അളവില്ലാത്ത പകർച്ച അവൻ ദൈവവചനങ്ങൾ സംസാരിക്കുന്നതിന് കാരണമാകുന്നു എന്ന് യേശുവിനെക്കുറിച്ച് പറയപ്പെടുന്നു. ഈ സുവിശേഷത്തിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുവെന്ന് 2 തവണ നാം കാണുന്നു. അതിനാൽ പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവൻ കാണുകയില്ല. കാരണം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ പുത്രനെ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നാം സ്വന്തമാക്കുന്നു. നാം പുത്രനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം സ്വന്തമാക്കുന്നില്ല. പകരം ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വരുന്നു. യേശു സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനായതിനാൽ അവനെ നിരസിച്ചതിന് വലിയ വില നാം നൽകേണ്ടി വരുമെന്ന് സ്നാപക യോഹന്നാൻ വിശുദ്ധീകരിക്കുന്നു. നിങ്ങൾ പുത്രനെ നിരസിച്ചാൽ നിങ്ങൾ കോപം അനുഭവിക്കും. പ്രിയമുള്ളവരെ, ദൈവകോപത്തിൽ നിന്നും അകന്ന് ദൈവസ്നേഹത്തിൻ്റെ മക്കളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.